പാർട്ടി തിരുത്തുമോ എന്ന ചോദ്യത്തിന് നിങ്ങൾ എന്നിൽ നിന്നും പ്രതീക്ഷിക്കാത്ത ഒരു ഉത്തരമാണ് എനിക്ക് പറയാനുള്ളത്. പാർട്ടി തിരുത്തുമെന്നാണ് ഞാൻ കരുതുന്നത്. അതിന് കൃത്യമായ കാരണങ്ങളുമുണ്ട്. അതായത് തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരം മാത്രമല്ല എന്നും പാർട്ടിക്കുള്ളിൽ ഉണ്ടായിട്ടുള്ള അപജയങ്ങളാണ് എന്നുള്ളതും പാർട്ടി തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുരോഗമിക്കുന്ന യോഗങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാം നമുക്ക് കാടടച്ച് വെടിവെക്കാൻ എളുപ്പമാണ്. പക്ഷേ ഒരാൾ ഒരു ഇൻട്രോസ്പെക്ഷൻ നടത്തുന്നുണ്ടെങ്കിൽ, ഒരു പാർട്ടി അതിന് മാറ്റങ്ങൾക്ക് വിധേയമാകാൻ തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ തോൽവി പരിശോധിച്ചുകൊണ്ടുള്ള ഒരു തിരുത്തൽ മാർഗരേഖ ഉണ്ടാക്കുക, അതിൻ്റെ ക്രമീകരണങ്ങളിലേക്ക്, അതിൻ്റെ കൂടിയാലോചനകളിലേക്ക് CPIM കടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഏത് രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത്. ഇടത് കോട്ടകളിൽ നേരിട്ടിട്ടുള്ള വലിയ തോൽവി, അത് വലിയ തോൽവിയാണ്. അതായത് മുഖ്യമന്ത്രിയുടെ ജില്ല എന്ന് മാത്രമല്ല, പാർട്ടി സെക്രട്ടറിയും എല്ലാവരുടെയും ജില്ല കണ്ണൂർ കോട്ട. കണ്ണൂർ കോട്ടയിലുണ്ടായ വിള്ളൽ എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു സൂചി കൊണ്ട് കുത്തിയപ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറിയ വിള്ളലല്ല, ഒരു വലിയ വിള്ളലാണ്. അപ്പോൾ ആ വിള്ളൽ കൂടുതൽ വലുതാകാനുള്ള ഒരു സാധ്യത കണ്ണൂരിൽ തന്നെ പാർട്ടി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ണൂരിലുണ്ടായിട്ടുള്ള വലിയ വീഴ്ച അത് തിരുത്താതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് കണ്ണൂരിൽ നിന്ന് തന്നെയുള്ള നേതാക്കളായ എല്ലാവർക്കും, മുഖ്യമന്ത്രി അടക്കമുള്ള എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് തിരുത്താതെ അവർ മുന്നോട്ട് പോകില്ല. കാൽച്ചുവട്ടിലെ മണ്ണ് ഏറ്റവും കൂടുതൽ ഒലിച്ചുപോയത് കണ്ണൂരിലാണ് എന്നുള്ളത് CPIMന് നന്നായി മനസ്സിലായിട്ടുണ്ട്. അത് മനസ്സിലാക്കിയിട്ടും അവർ തിരുത്താതിരിക്കുകയാണെങ്കിൽ മണ്ടന്മാരുടെ പാർട്ടിയാണ് എന്ന് പറയേണ്ടിയിരിക്കും. CPIM എന്നുള്ളതിലെ M4 മണ്ടൻ എന്നാക്കി മാറ്റേണ്ടി വരും. അതിനെന്തായാലും ആ പാർട്ടി തയ്യാറാകില്ല. അതുകൊണ്ട് തന്നെ ഈ പാർട്ടി ഗ്രാമങ്ങളിലടക്കം എവിടെ നിന്നൊക്കെയാണ് കേഡർ വോട്ടുകൾ അടക്കം വിട്ടുപോയത്, അതുപോലെ തന്നെ അനുഭാവികളുടെ വോട്ട്, അനുകൂലിച്ചിരുന്ന സമുദായങ്ങളുടെ വോട്ട്, അതൊക്കെ എവിടെ നിന്നൊക്കെയാണ് വിട്ടുപോയത് എന്നുള്ളതിൻ്റെ കൃത്യമായ കണക്ക് മറ്റു പാർട്ടികളെക്കാളും കൃത്യമായ കണക്ക് ഉള്ള പാർട്ടി CPIM ആണ് എന്നുള്ളതിൽ ആർക്കും എതിരഭിപ്രായം ഉണ്ടാകില്ലല്ലോ. കാരണം ഒരു ബൂത്തിലേക്ക്, പോളിംഗ് ബൂത്തിലേക്ക് ആളുകൾ എത്തുമ്പോൾ അതിൽ എത്ര പേർ തങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്, എത്ര പേർ ചെയ്തിട്ടില്ല എന്ന ഒരു കണക്ക് കൃത്യമായി അപ്പോൾ തന്നെ രേഖപ്പെടുത്തുകയും അതനുസരിച്ച് കൊണ്ടുള്ള ഏറ്റവും നല്ല എക്സിറ്റ് പോൾ നടത്തുന്ന CPIM ആണ് എന്ന് പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ ഇത്തവണ പാർട്ടി കണക്ക് കൂട്ടിയ പാർട്ടി അംഗങ്ങൾ തങ്ങൾക്ക് വോട്ട് ചെയ്തു എന്നുള്ള ആ കണക്കാണ് തെറ്റിയത്. അത് 2019 അപേക്ഷിച്ച് സമാനമല്ല. 2019 കൃത്യമായ ഒരു രാഹുൽ തരംഗവും ശബരിമല തരംഗവും ഒക്കെ ഉണ്ട് എന്നുള്ളത് പാർട്ടിക്ക് അറിയാമായിരുന്നു. പരാജയം എക്സ്പെക്റ്റഡ് ആയിരുന്നു. പക്ഷേ 2024 ഒരു എക്സ്പെക്റ്റഡ് പരാജയമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അതിൻ്റെ കാരണം ഈ കണക്ക് കൂട്ടലാണ്. അതായത് ബൂത്ത് അടിസ്ഥാനത്തിൽ ഓരോ പോളിംഗ് ബൂത്തിലും ഇത്ര വീതം വോട്ട് വീഴുമെന്ന് അവർ കണക്ക് കൂട്ടുകയും ആ ബൂത്തുകളിലൊക്കെ വലിയ തിരിച്ചടി നേരിടുകയും ചെയ്തു എന്ന് പറയുമ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. ഇപ്പോൾ നോക്കൂ, ആലത്തൂരിൽ K രാധാകൃഷ്ണൻ ജയിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ ചേലക്കര മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ ബൂത്തിലും അദ്ദേഹത്തിൻ്റെ നാട്ടിലും തന്നെ രമ്യ ഹരിദാസ് ലീഡെടുക്കുകയാണ്. അതൊരു ചെറിയ കാര്യമല്ല. വലിയ ഭൂരിപക്ഷത്തിന് നിയമസഭയിലേക്ക് ജയിച്ച K രാധാകൃഷ്ണന് ഇത്തവണ ആ സ്വന്തം മണ്ഡലത്തിൽ, സ്വന്തം നിയമസഭാ മണ്ഡലത്തിൽ കിട്ടിയ വോട്ടെന്ന് പറയുന്നത് 1/6. ആ ഭൂരിപക്ഷത്തിൻ്റെ 1/6 അവിടുത്തെ ഭൂരിപക്ഷം ഇത്തവണ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ഓരോ ഇടവും എടുത്തു നോക്കി 140 നിയമസഭാ മണ്ഡലങ്ങളിലെയും ആഘാതം എത്രത്തോളമാണ് എന്നുള്ളത് പാർട്ടി പരിശോധിക്കണം എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എൻ്റെ ടേക്ക്. മാത്രമല്ല, ഈ വീഴ്ചകൾക്ക് ഒരു പരിഹാരക്രിയ നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര എളുപ്പമല്ല എന്നുള്ളതും പാർട്ടിക്ക് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ടാകും. കാരണം BJPയുടെ ഒരു കടന്നുകയറ്റം എന്ന് പറയുന്നത് നേരത്തെ കരുതിയിരുന്നത് പോലെ ഒന്നല്ല എന്ന് പാർട്ടി കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. G സുധാകരന്റെ വാക്കുകളിൽ നിന്ന് തന്നെ അത് മനസ്സിലാക്കാൻ കഴിയും. കേരളത്തിൽ BJP ഇല്ല. കേരളത്തിന്റെ മതേതര മനസ്സ് BJPയെ തള്ളിക്കളയും. കേരളത്തിൽ BJP വളരില്ല. കേരളത്തിൽ താമര വിരിയില്ല. ഇതായിരുന്നു ഒരു ആഖ്യാനം. ആ ആഖ്യാനം മാധ്യമങ്ങളും അതുപോലെ തന്നെ പാർട്ടിയുടെ താഴെ തട്ട് മുതൽ മേൽത്തട്ട് വരെ, മുഖ്യമന്ത്രി വരെയുള്ള ആളുകളും പലതവണ പലകുറി ആവർത്തിക്കുകയും അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തെങ്കിലും ജനം തിരിച്ചാണ് വോട്ട് ചെയ്തത്. അത് സംഭവിച്ചത് എങ്ങനെയാണ്? പാർട്ടി കേന്ദ്രങ്ങളിൽ എങ്ങനെയാണ് BJPക്ക് ഇരട്ടി വോട്ട് കിട്ടുന്നത്? ധർമ്മടത്തെ ബൂത്തിലടക്കം കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ടിലേക്ക് പോയത് എങ്ങനെയാണ്? അതൊരു സുപ്രഭാതത്തിൽ സംഭവിച്ചതോ പെട്ടെന്നൊരു ആന്റി ഇൻകംബൻസിയിൽ സംഭവിച്ചതോ അല്ല എന്നുള്ളത് പാർട്ടി തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സാധാരണക്കാരെ, പാർട്ടിക്ക് സ്ഥിരമായി വോട്ട് ചെയ്തുകൊണ്ടിരുന്ന അതിസാധാരണക്കാരായ മനുഷ്യരെ, അവരായിരുന്നു ഒരു കാലത്ത് 80% CPIMന്റെ ഒരു വോട്ട് ബാങ്ക് എന്ന് പറയുന്നത്. ആ സാധാരണക്കാരാണ് പാർട്ടിയിൽ നിന്ന് അകന്നു പോയത്. അതിനുള്ള കാരണങ്ങൾ ഇപ്പോൾ CPI കൃത്യമായി വിലയിരുത്തുന്നുണ്ട്. CPIയുടെ വിലയിരുത്തലിലേക്ക് ഞാൻ വരാം. അതിനു മുൻപ് ഈ സംസ്ഥാന നേതൃയോഗത്തിൽ ഇപ്പോൾ 5 ദിവസമായി ചേരുന്ന യോഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു വിശകലന റിപ്പോർട്ട് 26-ാം തീയതി കേന്ദ്ര കമ്മിറ്റി ചേരാൻ പോവുകയാണ്. അതിലേക്ക് പോവുകയും അങ്ങനെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതുപോലെ ഒരു തെറ്റുതിരുത്തൽ മാർഗരേഖയിലേക്ക് പാർട്ടി എത്തിയാലും അതിശയപ്പെടേണ്ടതില്ല എന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോഴത്തെ വീഴ്ചയുടെ ഒരു ആഘാതം മറികടക്കാൻ CPIMന് അങ്ങനെ ഒരു തെറ്റുതിരുത്തൽ മാർഗരേഖ അത് ഉണ്ടാവുകയും അത് താഴെ തട്ട് വരെ എത്തുകയും ചെയ്യേണ്ടത്, അതും എത്രയും പെട്ടെന്ന് എത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെ നോക്കൂ, ഒക്ടോബറിലാണ് CPIM
CPIM-ന്റെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങാൻ പോകുന്നത്. ബ്രാഞ്ച് സമ്മേളനങ്ങൾ അങ്ങനെ ഓരോ തട്ടിലെയും സമ്മേളനങ്ങൾ പൂർത്തിയാക്കി അടുത്ത ഏപ്രിൽ ആകുമ്പോഴേക്കും പാർട്ടി കോൺഗ്രസ് നടത്തി അതിനുശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോവുക. അപ്പോൾ സമയം എന്ന് പറയുന്നത് വളരെ കുറവാണ്. തിരുത്തൽ പ്രക്രിയ വളരെ വേഗത്തിൽ പൂർത്തിയാക്കുകയും വേണം. അതിനുശേഷം 2 തെരഞ്ഞെടുപ്പുകൾ, തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും. രണ്ടാം തവണയും അധികാരത്തിലെത്തുമ്പോൾ പിണറായി വിജയനും ടീമിനും മേൽ കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. തുടർ ഭരണം കൊടുത്തത് അതുകൊണ്ടുകൂടിയാണ്. പ്രതിപക്ഷത്തിന്റെ അവരുടെ ഒരു ഓവർ കോൺഫിഡൻസ് കൊണ്ട് അവർ വിട്ടുകൊടുത്തതാണ് എന്നൊരു ഭാഗത്ത് പറയുന്നുണ്ടെങ്കിലും ഞാൻ കരുതുന്നത് ആദ്യത്തെ പിണറായി സർക്കാർ നല്ലതായിരുന്നു. അതുകൊണ്ട് രണ്ടാമതൊരു ഊഴം കൊടുത്തു. പക്ഷേ രണ്ടാമത്തേതെന്ന് പറയുന്നത് ആദ്യത്തേതിന് ഘടകവിരുദ്ധമായ സമീപനമെടുക്കുന്ന, ജനങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന ഒരു പാർട്ടിയും സർക്കാർ സംവിധാനവുമായി മാറിപ്പോകുന്നതാണ് കണ്ടത്. അപ്പോൾ ഈ വിമർശനങ്ങളെല്ലാം ഉൾക്കൊള്ളാൻ CPIM തയ്യാറാവുകയും തിരുത്തുകയും ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് തിരിച്ചു വരാനുള്ള ഒരു സാധ്യത അവിടെ അവശേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഫാക്ട്. ഇനി CPI-യിലേക്ക് വന്നു കഴിഞ്ഞാൽ CPI-യുടെ വിമർശനത്തിൽ അവർ സ്വന്തം മന്ത്രിമാരെ കുറിച്ച് വിമർശിക്കുന്നുണ്ട്. ഈ മന്ത്രിമാരൊക്കെ എന്തിനു കൊള്ളാം എന്നാണ് ചോദിക്കുന്നത്. അത് തന്നെയാണ് ജനവും ചോദിക്കുന്നത്. അത് CPI തിരിച്ചറിയുന്നുണ്ട്. CPIM കൂടി തിരിച്ചറിഞ്ഞാൽ മതി. മുഖ്യമന്ത്രി അടക്കം ആ മന്ത്രിസഭയിലെ മന്ത്രിമാരും എല്ലാവരും ജനങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല, നിങ്ങളെ ഞങ്ങൾക്ക് അത്രയ്ക്ക് പിടിക്കുന്നില്ല എന്ന് ജനങ്ങൾ പറഞ്ഞ ഒരു മറുപടിയായിട്ട് വേണം ഈ ജനവിധിയെ പാർട്ടിയും സർക്കാരും കാണാൻ. CPI ഇടുക്കി ജില്ലാ കൗൺസിൽ പറഞ്ഞത് മുന്നണി മാറ്റം വേണമെന്നാണ്. LDF-ൽ നിന്നതുകൊണ്ട് പാർട്ടിക്ക് പ്രത്യേകിച്ച് ഗുണമില്ല എന്നുള്ളത് അവരുടെ വിലയിരുത്തലാണ്. CPI-യുടെ 4 മന്ത്രിമാരും തികഞ്ഞ പരാജയമാണെന്ന് ഇടുക്കി ജില്ലാ കൗൺസിൽ പറയുന്നുണ്ട്. എറണാകുളം ജില്ലാ കൗൺസിൽ കുറച്ചുകൂടി കടുപ്പിച്ചാണ് പറയുന്നത്. മുഖ്യമന്ത്രി അടക്കം ആരും ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യരല്ല എന്നാണ് എറണാകുളം ജില്ലാ കൗൺസിൽ പറയുന്നത്. തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവും കൗൺസിലും വലിയ വിമർശനമാണ്. കാരണം തൃശ്ശൂരിൽ സുനിൽകുമാർ വളരെ ഭരിതനായാണ് ആ യോഗത്തിൽ പങ്കെടുത്തതെന്നാണ് തൃശ്ശൂരിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ. അതായത് താഴെത്തട്ടിലുള്ള പ്രചാരണം എന്ന് പറയുന്നത് ഒട്ടും ഇമ്പാക്ട്ഫുൾ ആയിരുന്നതേയില്ല എന്ന് തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയടക്കം ഈ യോഗങ്ങളിൽ വന്ന് പറയുകയാണ്. അതിലേക്ക് വരുമ്പോൾ ഈ ഇടുക്കിയിൽ ഭൂപ്രശ്നങ്ങൾ പരാജയത്തിന് കാരണമായി എന്നവർ കൃത്യമായ എന്താണ് പരാജയ കാരണം എന്നുള്ളത് CPI ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. അതുപോലെയുള്ള ഒരു കൃത്യമായ തിരിച്ചറിയലിലേക്ക് CPIM എത്തുകയാണെങ്കിൽ അവർക്ക് അത് പരിഹരിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ ഈ കരുവന്നൂർ അടക്കമുള്ള വിഷയങ്ങൾ, ഓരോ വിഷയങ്ങളും പ്രത്യേകം എടുത്ത് അത് പരിശോധിച്ച് തിരുത്തുക എന്ന സമീപനത്തിലേക്ക് പാർട്ടി എത്തുമോ എന്നുള്ളതാണ് ഞാൻ ഈ വിഷയത്തിൽ ഉറ്റുനോക്കുന്നത്. അതായത് മൊത്തത്തിലുള്ള ഒരു തിരുത്തൽ കൊണ്ട് കാര്യമില്ല. നിങ്ങൾ ഒക്കെ സൂചിപ്പിച്ചതുപോലെ മൊത്തത്തിൽ അതായത് കുറേ കാര്യങ്ങളിൽ പോസിറ്റീവ് സൈഡ്സ് ഉണ്ട്, എന്നാൽ കുറേ അധികം നെഗറ്റീവ്സ് ഉണ്ട്. ആ നെഗറ്റീവ്സ് ഓരോന്നും എസ്കലേറ്റ് ചെയ്ത് അതിന്മേൽ പരിഹാരത്തിലേക്ക് പോവുകയാണെങ്കിൽ തിരിച്ചു വരാനുള്ള ഒരു സ്കോപ്പ്, നമ്മൾ പറയുമല്ലോ റൂം ഫോർ ഇംപ്രൂവ്മെന്റ്, അത് അവിടെ ഇപ്പോഴും CPIM-ന് അവശേഷിക്കുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രം തിരുത്തിയത് കൊണ്ട് കാര്യമില്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രി തിരുത്താനേ തയ്യാറാകില്ല എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിക്ക് തിരുത്തേണ്ടതായ ഒരു സാഹചര്യം വന്നാൽ തിരുത്തിയേ പറ്റൂ. കാരണം പിണറായി വിജയൻ പാർട്ടിക്ക് അതീതനാണ് എന്നൊരു പ്രതിച്ഛായ അദ്ദേഹത്തിന് ഇപ്പോൾ ഉണ്ട്. ആ പ്രതിച്ഛായ കൊടുത്തതിന് ഉത്തരവാദി പാർട്ടിക്കുള്ളിലുള്ളവരും മാധ്യമങ്ങളിൽ ഒരു വിഭാഗവും ഒക്കെ തന്നെയാണ്. അതായത് ഒരു അതിമാനുഷ പരിവേഷം പിണറായി വിജയന് കൊടുക്കുകയും ഒരു പരാജയം ഉണ്ടാകുമ്പോൾ പിണറായി വിജയൻ തോറ്റു, പിണറായി വിജയന്റെ ധാർഷ്ട്യമാണ്, പിണറായി വിജയനാണ് മോശം, ഇത്രയും മോശം ഒരു വ്യക്തി വേറെയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ ആക്രമിക്കുകയും ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയൻ ഈ പ്രായത്തിൽ ഇനി എന്ത് തിരുത്താനാണ് എന്നുള്ളത് വ്യക്തമല്ല. പിണറായി വിജയൻ ആ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ തയ്യാറാവുകയാണെങ്കിൽ 2026 തെരഞ്ഞെടുപ്പിൽ മറ്റൊരാൾ നയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ മാറി നിൽക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. കാരണം ഇത്രയും പ്രായമായ ഒരു മനുഷ്യനെ തിരുത്തുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ശൈലി മാറ്റുക, ധാർഷ്ട്യം മാറ്റുക, അധികാരം മാറ്റുക, അഹങ്കാരം മാറ്റുക എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിന് വലിയ ബുദ്ധിമുട്ടായിരിക്കും. ചെറിയ പ്രായമൊക്കെ ആണെങ്കിൽ പറഞ്ഞു തിരുത്താം, ഈ പ്രായത്തിലൊക്കെ തിരുത്താൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. എന്തായാലും കരുവന്നൂർ കള്ളപ്പണ കേസിൽ അടക്കം പരിശോധനകൾ നടന്ന MK കണ്ണന്റെ ബാങ്കിലാണ് പരിശോധന നടന്നത്. ആ MK കണ്ണനെ പ്രചാരണ സമിതി ചെയർമാനാക്കുക എന്നുള്ള ഒരു കാര്യമാണ് LDF തൃശ്ശൂരിൽ എടുത്ത സ്റ്റാൻഡ്. ആ സ്റ്റാൻഡിനെ അടക്കം വിമർശിക്കുന്നുണ്ട്. അപ്പോൾ പല കാര്യങ്ങളും പരിശോധിക്കപ്പെടേണ്ടതായി കിടക്കുകയാണ്. അതെല്ലാം പരിശോധിക്കാനും ഉടനടി തിരുത്താനും കഴിയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. CPI മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, മുന്നണി മാറ്റം. UDF-ലേക്ക് പോവുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലത് കിട്ടും എന്നാണ് അവർ പറയുന്നത്. അതിന്റെ കാരണം കേരള കോൺഗ്രസ് M-ന് കൊടുക്കുന്ന ഒരു അമിതമായ പരിഗണനയാണ്. ഇപ്പോൾ കോട്ടയം സീറ്റ് നന്നായി നല്ല അന്തസ്സായി തോറ്റുകൊടുത്തു. പുതുപ്പള്ളിയിൽ പ്രതീക്ഷിച്ച ഇടങ്ങളിൽ ഒരിടത്ത് മുന്നേറ്റം ഉണ്ടാക്കാനായി ഇടതുപക്ഷത്തിന് കഴിഞ്ഞില്ല, കേരള കോൺഗ്രസ് M കൂടെ ഉണ്ടായിട്ടും. ഇടുക്കിയിലും അതുതന്നെയാണ്. ഇടുക്കിയിൽ മന്ത്രിയുടെ മണ്ഡലത്തിൽ പോലും ഒരു മുന്നേറ്റം ഉണ്ടാക്കാനായി ഇടതുപക്ഷത്തിന് കഴിയാതെ പോകുന്നതിന്റെ കാരണം കേരള കോൺഗ്രസ് M എന്ന് പറയുന്നത് നിർജ്ജീവമായി കഴിഞ്ഞു. അതായത് ഇടതുപക്ഷത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ ജോസ് കെ മാണിയും പാർട്ടിയും പതിയെ ഇല്ലാതാവുകയാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കാം. എന്തായാലും 20 മണ്ഡലങ്ങളിലെയും ഫലം എന്ന് പറയുന്നത് ഇപ്പോൾ ആലത്തൂരിലെ ജയമടക്കം, ആ ജയം എന്ന് പറയുന്നത് അത്ര ഒരു കളർഫുൾ ജയമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അവിടെ ഞാൻ അന്നത്തെ ദിവസവും പറഞ്ഞത്
പറയുന്നത് ഇതേ കാര്യമാണ്. അതായത് അവിടെ TN സരസു അത്രയും വോട്ട് പിടിച്ചില്ലായിരുന്നുവെങ്കിൽ രമ്യ ഹരിദാസ് അവിടെ ജയിച്ചേനെ. അതാണ് അവിടെ സംഭവിച്ചത്. ആലത്തൂരിലെ ജയം എന്ന് പറയുന്നത് ഒരു കളർഫുൾ വിക്ടറി അല്ല. അതിന്റെ കാരണം ചേലക്കരയിലടക്കം രാധാകൃഷ്ണൻ ഉണ്ടായ വോട്ട് കുറവാണ്. അതായത് അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലത്തിൽ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞ തവണ കിട്ടിയ ഭൂരിപക്ഷത്തിന്റെ 1/6 മാത്രമാണ് ഇത്തവണ സ്വന്തമാക്കാൻ കഴിഞ്ഞത്. ഇതടക്കം പാർട്ടി പരിശോധിക്കണം. 1 കിട്ടി, 2019 1 ഇപ്പോഴും 1 എന്ന് പറയുന്നതിൽ കാര്യമില്ല. 2019 നിങ്ങൾക്ക്, അതായത് CPIM-ന് പ്രതികൂലമായ ഒരുപാട് ഘടകങ്ങൾ ഉണ്ടായിരുന്നു. എതിർ വികാരം എന്ന് പറയുന്നത് ഒരു സുനാമി പോലെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് മത്സരത്തിലേക്ക് പോയത്. അപ്പോൾ കിട്ടിയ ഒരു സീറ്റും ഇപ്പോൾ നന്നായി പൊരുതാവുന്ന, വളരെ ആക്റ്റീവ് ഒന്നും അല്ലാതെ ഒരു പ്രതിപക്ഷത്തോട് പൊരുതി സുരക്ഷിതമായി നേടാൻ കഴിയുമായിരുന്ന സീറ്റുകൾ വരെ കളഞ്ഞു കുളിച്ചിട്ട് ഇനിയും തിരുത്താതിരുന്നു കഴിഞ്ഞാൽ ആ പാർട്ടിയെ പിന്നെ എന്തിനു കൊള്ളാം? അതുകൊണ്ട് CPIM തിരുത്തുമെന്നാണ് ഞാൻ കരുതുന്നത്. പിണറായി വിജയൻ തിരുത്തിയില്ലെങ്കിൽ പിണറായി വിജയനെ മാറ്റുക. എന്തിനാണ് പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയാകണമെന്ന് ആർക്കാണ് നിർബന്ധം? Meet the editors.